സഭാപ്രസംഗകൻ 6-ാം അധ്യായം. സൂര്യന് കീഴെ മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ ഞാൻ കണ്ടിരിക്കുന്നു. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവു വരാത്തവിധം ദൈവം അവൻ സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു. എങ്കിലും അവിടുന്ന് അവനു അവ അനുഭവിക്കാനുള്ള കഴിവ് നൽകുന്നില്ല. അന്യൻ അവ അനുഭവിക്കുന്നു. ഇതു മിഥ്യയും തീവ്രവേദനയുമാണ്. ഒരുവൻ 100 മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്നാലും അവന് ജീവിതസുഖങ്ങൾ ആസ്വദിക്കാനോ ഒടുക്കം സംസ്കാരം പോലും ലഭിക്കാനോ ഇടവരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം ചാപിള്ളയായി പിറക്കുകയായിരുന്നുവെന്ന് ഞാൻ പറയും. കാരണം അത് മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നു. അതിന്റെ നാമം അവിടെ തിരോഭവിക്കുന്നു. അത് വെളിച്ചം കാണുകയോ എന്തെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ല. എങ്കിലും അത് മുൻപറയപ്പെട്ടവനെപ്പോലെയല്ല, അതിന് സ്വസ്ഥതയുണ്ട്. അവൻ 2000 വർഷം ജീവിച്ചാലും ഒരു ഭാഗ്യവും അനുഭവിക്കുന്നില്ലെങ്കിൽ ഇരുവരും ഒരിടത്തല്ലേ ചെന്നടിയുന്നത്. ഉദരപൂരണത്തിനാണ് മനുഷ്യന്റെ അധ്വാനം മുഴുവൻ, എങ്കിലും അവന് വിശപ്പടങ്ങുന്നില്ല. ജ്ഞാനിക്ക് മൂഢനേക്കാൾ എന്തു മേന്മയാണുള്ളത്? മറ്റുള്ളവരുടെ മുൻപിൽ ചമഞ്ഞു നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ദരിദ്രൻ എന്തു നേട്ടം? കൺമുൻപിലുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത്. ഇതും മിഥ്യയും പാഴ്വേലയുമാണ്. ഉണ്ടായിട്ടുള്ളതിനെല്ലാം പേരിട്ടു കഴിഞ്ഞു. മനുഷ്യൻ ആരാണെന്നും തന്നെക്കാൾ ശക്തനോട് മല്ലിടാൻ അവന് കഴിവില്ലെന്നും വ്യക്തമായി കഴിഞ്ഞു. വാക്കുകളുടെ പെരുപ്പം മിഥ്യയുടെ പെരുപ്പം തന്നെ. മനുഷ്യന് ഇതിലെന്തു മേന്മ? നിഴൽ പോലെ കടന്നുപോകുന്ന ഈ വ്യർത്ഥമായ ഹ്രസ്വ ജീവിതത്തിൽ മനുഷ്യന് നന്മയായിട്ടുള്ളതെന്താണെന്ന് ആര് അറിയുന്നു? സൂര്യന് കീഴെ തനിക്കു ശേഷം എന്തു സംഭവിക്കുമെന്ന് അവനോട് പറയാൻ ആർക്കു കഴിയും?